നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നെല്ല് സംഭരണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ. കർഷകരെ മുൾമുനയിൽ നിർത്തി ദ്രോഹിക്കുന്ന സമീപനമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നതെന്നും GR അനിൽ. ചോദ്യങ്ങൾ ചോദിക്കാൻ മനോഭാവമുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ കഴിയണമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ രീതിയും തൊഴിലിന്റെ സ്വഭാവവും സാധ്യതകളും മാറിയിട്ടുണ്ടെന്നും K കൃഷ്ണൻകുട്ടി. ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും തകർച്ച. വാഹനങ്ങൾക്ക് ഭീഷണിയായി പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്ന നിലയിൽ. ഗായത്രിപ്പുഴയിൽ തോണിപ്പാടം കരിങ്കുളങ്ങര ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ കാണാതായി. കാവശ്ശേരി കഴനി എരകുളം പ്രണവാണ് അപകടത്തിൽപ്പെട്ടത്. 21 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നെല്ല് സംഭരണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2017-18 46,825 കർഷകരിൽ നിന്ന് 1,49,535 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. എന്നാൽ ഇന്ന് ഈ കഴിഞ്ഞ 24-25 വർഷം സംഭരിച്ചത് നോക്കുമ്പോൾ നമുക്ക് പിറകോട്ടല്ല. കർഷകർ ഉൽപ്പാദിപ്പിച്ച നെല്ലും കർഷകരുടെ എണ്ണം എടുത്താലും സംഭരിച്ചതിൻ്റെ കണക്ക് നോക്കിയാലും ഓരോ വർഷത്തെയും ഓരോ സീസണിലെയും ടോട്ടലായിട്ടുള്ളതിൻ്റെ കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി, വൈദ്യുതി മന്ത്രി, ഞാനും കൃഷിമന്ത്രിയും സഹകരണ മന്ത്രിയും ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി തന്നെ കാനറ ബാങ്കിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കർഷകരെ മുൾമുനയിൽ നിർത്തി ദ്രോഹിക്കുന്ന സമീപനമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നതെന്നും GR അനിൽ പറഞ്ഞു. സർക്കാർ സംഭരണത്തെ സഹായിക്കുന്നതിന് പകരം കർഷകദ്രോഹ നടപടിയാണ് കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചോദ്യങ്ങൾ ചോദിക്കാൻ മനോഭാവമുള്ളവരായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ കഴിയണമെന്ന വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ മന്ദിർ എന്നിവയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും SLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളം തന്നെയാണ്. ഇവിടുത്തെ ഡോക്ടർമാരും ആരോഗ്യപ്രവർത്തകന്മാരും ആശാപ്രവർത്തകരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ രീതിയും തൊഴിലിന്റെ സ്വഭാവവും സാധ്യതകളും മാറിയിട്ടുണ്ടെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത അധ്യക്ഷയായി. ഡോക്ടർ റീജ, ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC ശിവദാസ്, OB പ്രിയ, ബേബി ഗണേഷ്, ഷീബ കണ്ണൻ, S നാരായണൻകുട്ടി, നസീമ അൻവർ, CV സുനിത എന്നിവർ സംസാരിച്ചു. ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും തകർച്ച. വാഹനങ്ങൾക്ക് ഭീഷണിയായി പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്ന നിലയിൽ. തൃശൂർ ദിശയിലേക്കുള്ള പാലത്തിലാണ് സംഭവം. ജോയിന്റിലെ കോൺക്രീറ്റ് ഇളകി കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. കുഴി മൂടാതെ മേൽഭാഗത്തുകൂടി താൽക്കാലികമായി ടാർ ഒഴിച്ചിട്ടുള്ളതിനാൽ ജോയിന്റിലെ തകർച്ചയും കമ്പി ഉയർന്നു നിൽക്കുന്നതും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയുമില്ല. കുഴിയിൽ ചാടുമ്പോൾ മാത്രമേ സംഭവം അറിയുകയുള്ളൂ. ശക്തിയായി ചാടുമ്പോൾ വാഹനങ്ങൾക്ക് കേടുപാടുകളും ഉണ്ടാകുന്നുണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പിയിൽ ഇരുചക്രവാഹനങ്ങൾ തട്ടിയാൽ മറിയുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഭാഗത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങളും കരാർ കമ്പനി ഒരുക്കിയിട്ടില്ല. കുതിരാൻ തുരങ്കത്തിന് മുൻപിലുള്ള ജോയിന്റുകളിലും കോൺക്രീറ്റ് ഇളകി തകർന്ന നിലയിലാണ്. ഇരു മേൽപ്പാലങ്ങളിലുമായി 80ഓളം തവണ ജോയിന്റുകൾ കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തകർച്ച തുടരുകയാണ്. മേൽപ്പാലങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തണമെന്ന് ആവശ്യമുണ്ടെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും തന്നെ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ കാണാനില്ല. കാവശ്ശേരി എരകുളം സ്വദേശി പ്രണവാണ് അപകടത്തിൽപ്പെട്ടത്. 21 വയസ്സായിരുന്നു. തരൂർ തോണിപ്പാടം കരിങ്കുളങ്ങര തടയണയിൽ കാൽ വഴുതി പുഴയിൽ അകപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച 4 മണിയോടുകൂടിയാണ് സംഭവം. കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ സുഹൃത്ത് കാൽ വഴുതി തടയണയിൽപ്പെട്ടു. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രണവ് പുഴയിൽ അകപ്പെട്ടത്. ആലത്തൂർ പോലീസും ഫയർഫോഴ്സും രാത്രി 7 മണിവരെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പുഴയിലെ കുത്തൊഴുക്ക് ശക്തി കൂടിയതും കനത്ത മഴയും തെരച്ചിലിനെ ബാധിക്കുന്നതിനാൽ ബുധനാഴ്ച രാവിലെ തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണമ്പ്രയിലെ KV രവിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യം
നിങ്ങൾ വിളിച്ചൊരു ചോരച്ചെങ്കൊടി ഞങ്ങൾ ഈ വാനിൽ ഉയർത്തിക്കെട്ടോ ഇൻക്ലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് 122 സിന്ദാബാദ്. കണ്ണമ്പ്രയിലെ KV രവി രക്തസാക്ഷി ദിനം CPIM ഏരിയ സെക്രട്ടറി T കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം മറ്റുള്ളവരെ ഇഷ്ടമില്ലാത്തവരെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ED നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട്. മനോരമയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് എഴുതി പിടിപ്പിച്ചത് പാർട്ടിയും അതേപോലെ തന്നെ നേതാക്കളും പ്രതിക്കൂട്ടിൽ എന്നതാണ്. ഈ രീതിയിൽ നമ്മുടെ പാർട്ടിയുടെ നേതാക്കളെ ബോധപൂർവം വേട്ടയാടുന്ന EDയുടെ സമീപകാല സംഭവ വികാസങ്ങൾ പത്രത്തിൽ വരികയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള കേസ് ED ഉദ്യോഗസ്ഥനെതിരെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഒരു കരിങ്കൽ കോറി ഉടമയോട് 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന്മേൽ കേസ് EDയുടെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. MK സുരേന്ദ്രൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK ചാമുണ്ണി, KN സുകുമാരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CK നാരായണൻ, M കൃഷ്ണദാസ്, K രതീഷ്, K സുലോചന, ലോക്കൽ സെക്രട്ടറി V ഗംഗാധരൻ, P സതീഷ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ABVP വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ABVP നടത്തിയ പ്രതിഷേധ സമരത്തിനെതിരെ പോലീസും SFIയും ചേർന്ന് ആക്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ പരിപാടി ABVP സംസ്ഥാന പ്രവർത്തക സമിതി അംഗം NT പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. രാത്രിയുടെ മറവറ്റി SFI, DYFI, CPM ഗുണ്ടകൾ ചേർന്ന് തിരുവനന്തപുരത്ത് ആക്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും അതിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇത്തരത്തിൽ PM ശ്രീ പദ്ധതി, ഈ പദ്ധതി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ സ്കൂളുകളിൽ, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന കാരണം അതിൽ PM എന്ന വാക്കുണ്ട് എന്നാണ്. അർജുൻ, അതുൽ വർമ്മ, രാഹുൽ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓൾ കേരള പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് സമ്മേളനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൈസ എടുക്കുന്ന ആളുകളാണ് എല്ലാവരും. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരു എന്താ പറയുക, ഒരു ബാങ്കിലുള്ള പ്രൊസീജിയറൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരാളുടെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇത്തരം പ്രൈവറ്റ് ബാങ്കുകൾ. വടക്കഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാങ്കുകൾ ഈ ഒരു 5 വർഷത്തിൽ തരുന്ന ഒരുപാട് ബാങ്കുകൾ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്തരം ബാങ്കുകൾ ഒരുപാടാണ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഇത്രത്തോളം വർധനവ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും നമ്മുടെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളേക്ക് മറിഞ്ഞു കിടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മേഖലയിൽ തൊഴിൽപരമായും അതേപോലെ അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം സാമ്പത്തികമായും സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും ബാങ്കുകളും ഒരുപാട് വർദ്ധിക്കാനുള്ള കാരണം. താലൂക്ക് പ്രസിഡന്റ് മോഹനൻ പള്ളിക്കാട് അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി K രാധാകൃഷ്ണൻ, ട്രഷറർ ബൈജു അഗസ്റ്റിൻ, S പരന്താമൻ, V ബാലചന്ദ്രൻ, KK പങ്കജാക്ഷൻ, പ്രകാശ് കുമാർ, MM ബാലകൃഷ്ണൻ, PD ജോസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയികളെയും മറ്റു പ്രമുഖരെയും ആദരിച്ചു.
സൗദി അറേബ്യയിലെ ടാസ്കോ കമ്പനിയിൽ ജോലി ചെയ്തവരുടെ കൂട്ടായ്മയുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മലമ്പുഴയിൽ നടന്ന പരിപാടി ഭാസ്കരൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുട്ടി ത്രത്താല അധ്യക്ഷനായി. മംഗളാനന്ദൻ, അയ്യൂബ് കണ്ണൂർ എന്നിവർ സംസാരിച്ചു. ഇന്നും എവിടെയും എന്ത് ജോലിയും ഇപ്പോൾ ഒരു 20 ലിറ്റർ പെയിന്റ് തൂക്കാനുള്ള ശക്തി ഇന്നുണ്ട്, മുമ്പേ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആക്റ്റീവാണ് സമൂഹത്തിൽ പലതിലും. ഞാൻ വൺ ഇന്ത്യ വൺ പെൻഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് ഈ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊരു പറഞ്ഞിട്ടില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ. കാരണം നമ്മൾ ചെറുപ്പം മുലക്കുപ്പി മുതൽ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ നികുതി പണമാണ് ഗവൺമെന്റ്. ജനവാസ മേഖലയിൽ ഭീഷണിയാകുന്ന വന്യമൃഗ ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നോക്കുകുത്തികളായ ഭരണ സംവിധാനത്തിനെതിരെ മനുഷ്യജീവന് കടന്നു വരുന്ന വന്യജീവികളെ തടയുന്നതിന് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇതിന് അത്തരത്തിലുള്ള പാർലമെന്റിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത നിയമം വരുന്ന സമയത്ത് നിയമസഭ വിളിച്ചുകൂട്ടി ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന മുഖ്യൻ സാധാരണക്കാരുടെ ജീവന് എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടായെങ്കിൽ ഇവിടെ ഇത് നടപ്പിലാക്കില്ല, സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ഉണ്ടോ എന്ന് ഈ ജനത്തിന് ഉറപ്പ് നൽകേണ്ടതല്ലേ? സർക്കാരിന്റെ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയില്ലായ്മ മാത്രം അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ഭാരതീയ മസ്ദൂർ സംഘം പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികൾ ഇന്ന് വന്നതും ആദ്യമാവില്ല. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഈ സമാധാനമായ അന്തരീക്ഷം ഹോട്ട്സ്പോട്ടുകളുടെ പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് ഈ അനീതിക്കെതിരെ പോരാടാൻ ഭാരതീയ മസ്ദൂർ സംഘം അതിശക്തമായി പോരാടുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. NV ശശി അധ്യക്ഷനായി. K രാജേഷ്, ശശി ചൊറോട്ടൂർ, S ശരത്ത്, രാജേഷ് ചെത്തലൂർ, S രാജേന്ദ്രൻ, KP ദിവാകരൻ, MC സതീഷ്, P പ്രകാശൻ എന്നിവർ സംസാരിച്ചു.